ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 46-ാമത്തെ ശ്ലോകം നോക്കാം. തതോ ഹസൻ ഹൃഷീകേശോഭ്യവഹൃത്യ സഹാർഭകൈ ദർശയംശ്ചർമാജഗരം ന്യവർത്തത വനാദ്വ്രജം. തതോ ഹസൻ, തതഹ എന്ന് പറഞ്ഞാൽ അനന്തരം. അപ്പോൾ കുട്ടികളൊക്കെ ഭഗവാനെ ഭക്ഷണത്തിനായിട്ട് ക്ഷണിച്ചു. വന്നിരുന്ന് കഴിക്കുക, നമുക്കിനി സുഖമായി കഴിക്കാമെന്ന് പറഞ്ഞു. അനന്തരം ഹസൻ, ചിരിച്ചുകൊണ്ട്, ഭഗവാന് ചിരിക്കുന്നവനായിട്ട്, ഹൃഷീകേശോഭ്യവഹൃത്യ, ഹൃഷീകേശ അഭ്യവഹൃത്യ, ഇങ്ങനെ രണ്ട് വാക്കുകളാണ് അവിടെ. ഹൃഷീകേശ എന്ന് പറഞ്ഞാൽ സർവാന്തര്യാമിയായിട്ടുള്ള ആ ഭഗവാൻ കൃഷ്ണനും സന്തോഷമായി. എന്താ, തന്നെ കാത്തി കൂട്ടുകാർ ഇത്ര നേരവും താൻ ഈ പശുക്കുട്ടികളെ കണ്ടുപിടിച്ച് തിരികെ വരുന്നത് വരേക്കും തനിക്ക് വേണ്ടി ഭക്ഷണം കഴിക്കാതെ തന്നെ കാത്തിരുന്ന കൂട്ടുകാരെ കണ്ടപ്പോൾ വളരെ സന്തോഷിച്ചു. ഭഗവാൻ വളരെ സന്തോഷവാനായി കാണപ്പെട്ടു. പുഞ്ചിരിച്ചുകൊണ്ട്, വളരെയേറെ സന്തോഷത്തോടുകൂടി ചിരിച്ചുകൊണ്ട് ആ സർവാന്തര്യാമിയായ ഭഗവാന്റെ മായ കൊണ്ട് ഭഗവാൻ തന്നെ ഇങ്ങനെ ഒരു വികൃതി കാണിച്ച് അവരെ കൊണ്ടെല്ലാം മറപ്പിച്ചിട്ട് ഭഗവാൻ അവരിലൊരാളായി തന്നെ കാത്തിരുന്ന കൂട്ടുകാരുടെ സ്നേഹത്തിനും സന്തോഷത്തിനും മുൻപിൽ സന്തോഷവാനായി അഭിനയിച്ചുകൊണ്ട് അഭ്യവഹൃത്യ, അവരോടുകൂടി വന്നിരുന്ന ഭക്ഷണം കഴിച്ചു. അവരും തന്നെ കാത്തിരിക്കുകയാണല്ലോ, അവരോടൊപ്പം വന്നിരുന്ന ഭക്ഷണമൊക്കെ കഴിച്ചു. അതിനുശേഷം ദർശയംശ്ചർമാജഗരം, ഒന്നുകൂടി പറഞ്ഞു, സഹാർഭകൈ. സഹ അർഭകൈയാണ് സഹാർഭകൈ. സഹ എന്ന് പറഞ്ഞാൽ കൂടി, അർഭകൈ എന്ന് പറഞ്ഞാൽ ആ കുട്ടികൾ. അർഭകൻ എന്ന് പറഞ്ഞാൽ കുട്ടി എന്നാണ്. അർഭകൈ, ആ കുട്ടികളോടുകൂടി അവിടെ വന്നിരുന്ന അവരോടൊപ്പം ഭക്ഷണമൊക്കെ കഴിച്ചു. അതിനുശേഷം ദർശയംശ്ചർമാജഗരം, ദർശയൻ, ഇവിടെ ദർശയൻ, ചർമ്മ, അജഗരം, ഇങ്ങനെ 3 വാക്കുകളാണ് അവിടെയുള്ളത്. ദർശയൻ എന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുത്തു. ആ കുട്ടികൾക്കൊക്കെ അവരെല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന പതിവ് പോലെ കളിചിരിയും ഒക്കെയായിരുന്ന ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കൃഷ്ണൻ അവരെ കാണിച്ചു കൊടുത്തു. എന്ത്? ചർമ്മ ആജഗരം. ചർമ്മം എന്നാൽ തൊലി. ആ തോലിനെ കാണിച്ചു കൊടുത്തു. എന്തിൻ്റെ? ആജഗരം, അജഗരത്തിൻ്റെ. നമ്മൾ മുൻപ് അഘാസുരനെ വധിച്ച ലീലയിൽ നമ്മൾ കണ്ടിരുന്നു. അജഗരമായി വന്ന ഒരു പെരുമ്പാമ്പായി വന്ന അഘാസുരനെ ഭഗവാൻ വധിച്ചത് നമ്മൾ കണ്ടിരുന്നു. അങ്ങനെയുള്ള ആ അജഗരം ഇപ്പോൾ തോല് മാത്രമായി മണ്ണിനോട് ചേർന്ന് അതിൻ്റെ തോൽ അവിടെ കിടക്കുന്നു. ആ തോലിനെ കൂട്ടുകാർക്കൊക്കെ കാണിച്ചു കൊടുത്തു. നോക്കിക്കുക, അന്ന് നമ്മളെ വിഴുങ്ങാൻ വന്ന പാമ്പിൻ്റെ തോലാണ് എന്നൊക്കെ പറഞ്ഞ് അതെല്ലാം കാണിച്ചു കൊടുത്തിട്ട് ന്യവർത്തത വനാദ്വ്രജം. ന്യവർത്തത, തിരിച്ച് പോന്നു. വനാദ് വ്രജം, വനാദ്, വനത്തിൽ നിന്നും തിരിച്ചു പോന്നു. എവിടേക്ക്? വ്രജം, ഗോകുലത്തിലേക്ക് തിരികെ വന്നു. അപ്പോൾ ഭഗവാനും സന്തോഷമായി, കൂട്ടുകാർക്കും സന്തോഷമായി. അങ്ങനെ കൃഷ്ണനുണ്ണിയും കൂട്ടുകാരും എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരികെ വരും വഴിയാണ് അവിടെ കിടന്ന തൻ്റെ കയ്യാൽ നിഗ്രഹിക്കപ്പെട്ട ആ അഘാസുരൻ, അജഗര വേഷം പൂണ്ടുവന്ന അഘാസുരൻ്റെ തോല് അവിടെ കിടക്കുന്നത് കണ്ട് അതൊക്കെ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്ത് ചിരിച്ച് അവരൊക്കെ അങ്ങനെ ആ യാത്രയിലുടനീളം അവർ ആസ്വദിച്ചുകൊണ്ട് വനത്തിൽ നിന്നും ഗോകുലത്തിലേക്ക് മടങ്ങി. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തതോ ഹസൻ ഹൃഷീകേശോഭ്യവഹൃത്യ സഹാർഭകൈ ദർശയംശ്ചർമാജഗരം ന്യവർത്തത വനാദ്വ്രജം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ:
ഹൃഷീകേശോഭ്യവഹൃത്യ. ഹൃഷീകേശ അഭ്യവഹൃത്യാണ് പദം പിരിക്കേണ്ട. അവിടെ ആ വിശ്ലേഷണം ഉള്ളത് കൊണ്ട് തന്നെ ഹൃഷീകേശോഭ്യവഹൃത്യ ഒകാരം നീട്ടിയെടുക്കുക. പിന്നെ അതേപോലെ സഹാർഭകൈ, സഹ അർഭകൈ അകാരം നീട്ടിയെടുക്കുക. അതേപോലെ വിസർഗമുള്ളത് കൊണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ ദർശയം ചർമാജകരം, ചർമ്മ ആജകരം, അത് ശ്രദ്ധിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളെ ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. ഇനി അടുത്തത് 47-ാമത്തെ ശ്ലോകമാണ്. ബർഹപ്രസൂന നവധാതു വിചിത്രിതാംഗ പ്രോദ്ദാമ വേണുദല ശൃംഗരവോത്സവാഠ്യ വത്സാൻ ഗൃണൻ അനുഗീത പവിത്ര കീർത്തിർഗോപീദൃഗുത്സവദൃശി പ്രവിവേശഗോഷ്ഠം. ഭഗവാനും കൂട്ടുകാരും ഒക്കെ കൂടി തിരികെ വൃന്ദാവനത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു. വൃന്ദാവനത്തിലേക്ക് മടങ്ങിപ്പോയി, തിരികെ അവരവരുടെ വീടുകളിലേക്ക് വനത്തിൽ നിന്നും മടങ്ങിപ്പോയി എന്ന് പറഞ്ഞു. ഇനി ആ പോകുന്നതിൻ്റെ സുന്ദരമായ ഒരു കാഴ്ചയാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ബർഹപ്രസൂന നവധാതു വിചിത്രിതാംഗ. ബർഹ എന്ന് പറഞ്ഞാൽ മയിൽപീലി, പ്രസൂനം എന്ന് പറഞ്ഞാൽ പുഷ്പങ്ങൾ, നവധാതു എന്ന് പറഞ്ഞാൽ മനയോലകൾ തുടങ്ങിയവ കൊണ്ട് ശരീരത്തിൻ്റെ പലയിടങ്ങളിലും അലങ്കാരം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള വിചിത്രിതാംഗ, വിചിത്രങ്ങളായിരിക്കുന്ന അവയവങ്ങളോട് കൂടിയതും. കാരണം ഓരോ അവയവങ്ങളിൽ നിന്നും അതാതിൻ്റെ അലങ്കാരത്തിനനുസൃതമായിട്ടുള്ള കിരണങ്ങൾ, രശ്മികളാണ് പുറത്തേക്ക് വരുന്നത്. അതായത് ആ അംഗങ്ങളെ അലങ്കരിക്കുന്നത് ഓരോരോ നിറങ്ങളിലുള്ള അലങ്കാര വസ്തുക്കൾ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഭഗവാൻ അവിടെ പല നിറത്തിലാണ് കാണുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മയിൽപീലിയുടെ നിറത്തിൽ തലമുടിക്കെട്ട് ശോഭിക്കുമ്പോൾ പുഷ്പങ്ങളുടെ മാല ധരിച്ച ഭഗവാന്റെ മാറിടത്തിന് ആ പുഷ്പങ്ങൾ പല നിറത്തിലുള്ള ഭംഗി, രസക്കൂട്ട് നൽകുന്നു. ഇങ്ങനെയുള്ള വിചിത്രങ്ങളായ അല്ലെങ്കിൽ മനോഹരങ്ങളായിട്ടുള്ള അംഗങ്ങളോടുകൂടിയും അതേപോലെ പ്രോദ്ദാമ വേണുദള ശൃംഗരവോത്സവാഠ്യ. പ്രോദ്ദാമ വേണു, പ്രോദ്ദാമ എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ ശബ്ദം കേൾക്കുന്നുണ്ട്. എന്തിൻ്റെ? വേണു ദള ശൃംഗ രവോത്സവാഠ്യ. ഓടക്കുഴല്, കൊമ്പ് തുടങ്ങിയുള്ള വാദ്യോപകരണങ്ങൾ, സംഗീതോപകരണങ്ങൾ വായിച്ചുകൊണ്ടാണ് കൃഷ്ണൻ്റെ വരവ്. അതിൻ്റെ രവോത്സവാഠ്യ, അതിൻ്റെ ആ ശബ്ദത്താൽ വളരെ ഒരു ഉത്സവ പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത്രയും ഉത്സാഹവാനായിട്ടാണ് കൃഷ്ണനും കൂട്ടരും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അവർ പകലന്തിയോളം ഈ കാലികളെ മേയ്ക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഒന്നും മുഖത്തോ ശരീരഭാഷയിലോ ക്ഷീണം എന്നൊന്ന് കാണാനേ കഴിയില്ല. കൃഷ്ണനോടൊപ്പം അവരാടിപ്പാടി വരുന്നത് കണ്ടാൽ ഒരു ഉത്സവത്തിൻ്റെ ലഹരിയാണ്. കൃഷ്ണൻ ഉറക്ക വായിക്കുന്ന ഓടക്കുഴൽ നാദം, കൊമ്പിൻ്റെ നാദം, ഇവയൊക്കെ അങ്ങനെ ഒരു പ്രതീതിയാണ് കാഴ്ചക്കാരിൽ ഉളവാക്കുന്നത്. വത്സാൻ ഗൃണൻ അനുഗീത പവിത്ര കീർത്തിർഗോപീതൃ ഉത്സവദൃശി. വത്സാൻ പശുക്കുട്ടികളും
ഗൃണൻ അനുഗീത പവിത്ര കീർത്തിർ. ഇവിടെ ഗൃണൻ അനുഗീത പവിത്ര കീർത്തി. ഗൃണൻ എന്ന് പറഞ്ഞാൽ ഈ പശുക്കുട്ടികളെ അതിൻ്റെ കൂടെ ലാളിക്കുന്നുമുണ്ട്. ഓടക്കുഴൽ ഊതുന്നുണ്ട്, കൊമ്പ് ഊതുന്നുണ്ട്. പശുക്കുട്ടികളെ വത്സാൻ ഗൃണൻ, പശുക്കുട്ടികളെ ലാളിക്കുന്നുമുണ്ട്. ഇങ്ങനെ വരുന്ന കൃഷ്ണൻ മുൻപിൽ, പിന്നിലാകട്ടെ അനുഗീത പവിത്ര കീർത്തിർ. അനുഗീത എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പിന്നാലെ വരുന്ന കുട്ടികളും പാട്ടുമൊക്കെ പാടിയാണ് വരുന്നത്. കുട്ടികൾ പാടുന്ന പാട്ടെന്താ? പവിത്ര കീർത്തിർ, അതായത് പവിത്രീകരിക്കുന്ന, പരിശുദ്ധമാക്കി തീർക്കുന്ന ഭഗവാന്റെ, ഈ കൃഷ്ണൻ്റെ തന്നെ ഓരോരോ അത്ര നാളും അവരുടെ കൂടെ കൂടിയിരുന്നപ്പോൾ കാട്ടിയ ഓരോരോ അത്ഭുത ലീലകളെക്കുറിച്ചും ഒരു പാട്ടുണ്ടാക്കി അവരത് ഇങ്ങനെ ഉറക്കെ പുറകെ നടന്ന് പാടിക്കൊണ്ടാണ് വരുന്നത്. നോക്കൂ, അത് പാടുന്നവരിലും കേൾക്കുന്നവരിലും പരിശുദ്ധി ഉളവാക്കുന്നതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് പവിത്ര കീർത്തിർ. അങ്ങനെയുള്ള പാട്ടും പാടി ഈ ഗോപബാലന്മാർ പിന്നാലെ. ഗോപീതൃഗുത്സവദൃശി. ഈ ഗോപികളുടെ ഈ ഗോപികളുടെ, ഇവിടെ ഗോപസ്ത്രീകളൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് കൃഷ്ണൻ്റെ മടങ്ങി വരവിനായിട്ട്. ആ ഗോപസ്ത്രീകളുടെ കണ്ണുകൾക്ക് ഉത്സവദൃശി, ഒരു ഉത്സവ പ്രതീതി പകർന്നു കൊടുക്കുന്ന ദർശനത്തോടു കൂടിയാണ് കൃഷ്ണൻ്റെ മടങ്ങി വരവ്. പ്രവിവേശഗോഷ്ഠം. ഗോഷ്ഠം എന്ന് പറഞ്ഞാൽ ഗോകുലത്തിൽ, പ്രവിവേശ എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചു. അപ്പോൾ തിരികെയുള്ള വീട്ടിലേക്കുള്ള മടങ്ങിവരവ് എന്ന് പറയുന്നത് തന്നെ ഒരു ഉത്സവ ലഹരിയോടെയാണ്. ആർക്കും ക്ഷീണമില്ല. അവരപ്പോഴും കൃഷ്ണൻ്റെ കൂടെ ആടിപ്പാടി ആസ്വദിച്ചാണ് വരുന്നത്. കൃഷ്ണനാകട്ടെ മുൻപേ കുട്ടി നേതാവിനെ പോലെ ആ കൃഷ്ണനുണ്ണി അങ്ങനെ വരുന്നുണ്ട്. മയിൽപ്പീലിയൊക്കെ ചാർത്തി പലതരത്തിലുള്ള പൂക്കളാൽ മാല കോർത്തിട്ട് പലതരത്തിലുള്ള ആഭരണങ്ങൾ, വസ്ത്രങ്ങളുടെ ഭംഗി എന്ന് വേണ്ട എല്ലാം കൂടി കൃഷ്ണനെ ആര് കണ്ടാലും നോക്കിപ്പോകുന്ന വിധത്തിലാണ്. ആ വരവാകട്ടെ കൊമ്പും കുഴലുമൊക്കെ ഊതി ആ ഓടക്കുഴൽ നാദത്തിനിടയിൽ അതിൻ്റെ ആ ഒരു ആനന്ദലഹരിയിൽ ഭഗവാന്റെ പാദങ്ങളെ നക്കിത്തോർത്തിക്കൊണ്ട് കൂടെ നടക്കുന്ന പശുക്കുട്ടികളെ താലോലിക്കാനും ഭഗവാൻ മറക്കുന്നില്ല. അങ്ങനെ അവയെ ലാളിച്ചുകൊണ്ട് കൃഷ്ണൻ മുമ്പേ, തൊട്ടുപിറകെ കുട്ടികൾ. ഈ ഗോപബാലന്മാർ ഏറെ കണ്ടിരിക്കുന്നു ഭഗവാന്റെ അത്ഭുത ലീലകൾ. വൃന്ദാവനത്തിൽ വെച്ചും ഗോകുലത്തിൽ വെച്ചുമൊക്കെ ഈ കുറുമ്പുകളെയൊക്കെ, ഈ കുറുമ്പിൻ്റെ ലീലകളെയൊക്കെയും ഒരു പാട്ടുരൂപത്തിലാക്കി അതങ്ങനെ പാടിക്കൊണ്ടാണ് ഈ ഗോപബാലന്മാർ പിന്നാലെ വരുന്നത്. അത് പാടുന്നവരെയും കേൾക്കുന്നവരെയും ഒരുപോലെ ശുദ്ധീകരിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ആ വരുന്ന അന്തരീക്ഷം തന്നെ പവിത്രമാക്കിക്കൊണ്ടാണ്, നിർമ്മലമാക്കിക്കൊണ്ടാണ് കൃഷ്ണനും കൂട്ടാളികളും വരുന്നത്. കൃഷ്ണൻ്റെ സാന്നിധ്യവും ഈ ഗോപബാലന്മാരുടെ കൃഷ്ണകഥകളുടെ ഗീതവും കൂടി ആയപ്പോൾ അന്തരീക്ഷം ഒന്നാകെ നിർമ്മലമായി തീർന്നു. ഇങ്ങനെ വരുന്ന ആ കൃഷ്ണനും കൂട്ടാളികളും അവരാടിപ്പാടി അങ്ങനെ അനന്തലഹരിയിൽ വരുന്നത് കണ്ടാൽ അത്ര നേരവും പശുക്കുട്ടികളെ മേയിച്ചിട്ട് വരികയാണെന്ന് തോന്നില്ല. അത്രമാത്രം ഒരു ഉത്സവലഹരിയാണ് കൃഷ്ണനും കൂട്ടുകാർക്കുമുള്ളത്. അത് കണ്ട ഗോപസ്ത്രീകൾ അവർക്ക് തോന്നി ഏതോ ഒരു ഉത്സവത്തിൻ്റെ കെട്ടുകാഴ്ചയുടെ വരവാണോ ഇതെന്ന് തോന്നും. ആ രീതിയിൽ കാഴ്ചക്കാരുടെ കണ്ണുകൾക്കും ഉത്സവലഹരിയെ പകരുന്നതായിരുന്നു കൃഷ്ണൻ്റെ ഈ തിരിച്ചുവരവെന്ന ഘോഷയാത്ര.
അങ്ങനെ കൃഷ്ണനും കൂട്ടാളികളും തിരികെ അവരവരുടെ വീടുകളിൽ പ്രവേശിച്ചു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ബർഹപ്രസൂന നവധാതു വിചിത്രിതാംഗ പ്രോദ്ദാമ വേണുദലശൃംഗരവോത്സവാഠ്യ വത്സാൻ ഗൃണന്നനുഗീത പവിത്ര കീർത്തിർഗോപീതൃഗോത്സവദൃശി പ്രവിവേശ ഗോഷ്ഠം. ശ്ലോകം അല്പം പ്രയാസം തോന്നാം വായിക്കാൻ. കുറച്ചധികം തന്നെയും സമസ്ത പദങ്ങളുണ്ട്. 1, 2 വരികൾ പൂർണ്ണമായും ചേർത്ത് വായിക്കേണ്ടതാണ്. 1-ാമത്തെ വരി മുഴുവൻ ചേർത്ത് വായിക്കണം, 2-ാമത്തെ വരി മുഴുവൻ ചേർത്ത് വായിക്കണം, 3-ാമത്തെ വരിയുടെ പകുതി മുതൽക്ക് 4-ാമത്തെ വരിയുടെ പകുതി വരേക്കും ചേർത്ത് വായിക്കണം. ബർഹ പ്രസൂന നവധാതു വിചിത്രിതാംഗ, അത് അത്രയും ചേർത്ത് വായിക്കേണ്ടതാണ്. അവിടെ ഒരു വിസർഗമുള്ളത് കൊണ്ട് തന്നെ പകുതി ഹകാരത്തിൽ നിർത്തുകയും വേണം. അടുത്തത് പ്രോദ്ദാമ വേണുദല ശൃംഗരവോത്സവാഠ്യ, അവിടെ വരേക്കും ചേർത്ത് വായിക്കണം. അതും പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തേണ്ടതാണ്, വിസർഗമുണ്ട് അവിടെ. പിന്നെ വത്സാൻ എന്ന് കഴിഞ്ഞിട്ട് ഒന്ന് ശ്വാസമെടുത്ത് അടുത്തത് മുഴുവനായും കഴിയുന്നതും ചേർത്ത് വായിക്കുക. ഗൃണന്നനുഗീത പവിത്ര കീർത്തിർഗോപീതൃഗോത്സവദൃശി, കഴിയുന്നതും അത്രയും ചേർത്ത് വായിക്കുവാൻ ശ്രമിക്കുക. ഇനി അതിന് കഴിയുന്നില്ല എങ്കിൽ ഗൃണന്നനുഗീത പവിത്ര കീർത്തിഹി എന്നവിടെ ഒരു വിസർഗം കൊടുത്ത് പകുതി ഹകാരത്തിൽ വായിച്ച് നിർത്തിയിട്ട് ഗോപീതൃഗോത്സവദൃശി എന്ന് വായിക്കാവുന്നതാണ്. ചേർത്താണ് വായിക്കുന്നതെങ്കിൽ ഗൃണന്നനുഗീത, അവിടെ ഗൃണൻ അന കൂട്ടക്ഷരമായിരിക്കും, അതുപോലെ അകാരം കൊടുത്ത് വായിക്കുക. അനുഗീത ആണ്. അതുപോലെ തന്നെ ചേർത്ത് വായിക്കുമ്പോൾ അനുഗീത പവിത്ര കീർത്തിർ ഗോപീതൃഗോത്സവദൃശി, അവിടെ ഗോപി എന്നുള്ളതിൻ്റെ ഗ കൂട്ടക്ഷരമാണ്. അപ്പോൾ അതല്ല എങ്കിൽ നമ്മൾ പിരിച്ചാണ് വായിക്കുന്നതെങ്കിൽ അവിടെ പിന്നെ ഗ കൂട്ടക്ഷരമല്ല. അവിടെയും ഉത്സവദൃശി, അവിടെ വിസർഗമുണ്ട്. ഇകാരം നീട്ടിയെടുക്കണം, പകുതി ഹകാരത്തിൽ വായിക്കുകയും വേണം. ഇനി അടുത്തത് 48-ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.